ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ അപ്റ്റർസി സ്പോർട്സ് കണ്ടക്ട് ചെയ്ത മൾട്ടിവേഴ്സ് സീരീസ് 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന BGMA ടൂർണമെന്റ് ഗ്രൂപ്പ് സ്റ്റേജിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. 32 ഇൻവൈറ്റഡ് ടീംസുകളും 32 ക്വാളിഫൈഡ് ടീംസുകളും, അങ്ങനെ 64 ടീമുകളാണ് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ മത്സരിക്കുന്നത്. ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും ഫസ്റ്റത്തെ 6 മാച്ചുകൾ ഇന്നലെ അവസാനിച്ചപ്പോൾ ഗ്രൂപ്പ് എയില് നമ്മുടെ സ്കൗട്ടിന്റെ ടീമായുള്ള വൈൽഡ് ഫാങ്സിന്റെ ഒരു ഡോമിനേഷൻ തന്നെയാണ് കാണാനായിട്ട് സാധിച്ചത്. 6 മാച്ചുകളിൽ 75 ഫിനിഷേഴ്സോട് കൂടിയിട്ട് 94 പോയിന്റാണ് വൈൽഡ് ഫാങ്സ് സ്വന്തമാക്കിയില്ല. എക്സ്പെഷ്യലി ട്രേസ് ഗോഡും സാഫും വേറെ ലെവൽ ഡോമിനേഷനാണ് കാഴ്ചവെച്ചത്. ട്രേസ് ഗോഡ് 21 ഫിനിഷും സാഫ് 20 ഫിനിഷും ടീമിന് വേണ്ടിയിട്ട് സ്വന്തമാക്കിയ സെക്കൻഡ് എത്തിയത് 7FG ഇ സ്പോർട്സ് ആണ് 50 പോയിന്റുമായിട്ട്. തേർഡ് ഗോളിലേക്ക് എത്തി 47 പോയിന്റുമായിട്ട്. 14ാം സ്ഥാനത്താണ് നമ്മളെ മല്ലു ടീമായുള്ള EMP എത്തിയിട്ടുള്ളത് 15 പോയിന്റുമായിട്ട്. ഗ്രൂപ്പ് ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ വസിഷ്ഠ അവിടെ ഒരു ഡോമിനേറ്റീവ് പെർഫോമൻസ് കാഴ്ചവെച്ചു. 6 മാച്ചുകൾ 2 ചിക്കൻ ഡിന്നറോട് കൂടിയിട്ട് 71 പോയിന്റ് അവർ സ്വന്തമാക്കിയ. സെക്കൻഡ് 8-ബിറ്റ് എത്തി 65 പോയിന്റുമായിട്ട്. തേർഡ് ഇൻസൈൻ എത്തിയിട്ടുണ്ട് 52 പോയിന്റുമായിട്ട്. അപ്പൊ ഇനിയും ഈ ഒരു ടീമുകൾക്ക് 6 മാച്ചുകളും കൂടി ഗ്രൂപ്പ് സ്റ്റേജിൽ വരുന്നുണ്ട്. നാളെയാണ് ഗ്രൂപ്പ് എയുടെയും ഗ്രൂപ്പ് ബിയുടെയും ബാക്കി 6 മാച്ചുകൾ വരുന്നത്. ഇന്ന് ഗ്രൂപ്പ് സിയുടെയും ഗ്രൂപ്പ് ഡിയുടെയും മത്സരങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഗ്രൂപ്പ് സിയിൽ നമ്മളെ മല്ലൂർഗുള്ള മിത്ത് ഒഫീഷ്യൽസ് കളിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഡിയിൽ സാറക്സിന്റെ ടീമായുള്ള കാർണിവൽ ഗെയിമിംഗ്, നമ്മളെ പാബ്ലോയുടെ ടീമായുള്ള AOPയും പിന്നെ നമ്മളെ മല്ലു ടീമായുള്ള നോണെക്സും മത്സരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മാച്ചുകൾ മിസ് ചെയ്യാതിരിക്കുക. ഉച്ചയ്ക്ക് തന്നെ അപ്റ്റർസി സ്പോർട്സിന്റെ യൂട്യൂബ് ചാനൽ മാച്ചുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ BGMA അല്ലാതെ തന്നെ ഒരുപാട് ഗെയിമുകളിൽ ഈ സ്പോർട്സ് ലെവലിൽ കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇപ്പൊ കേരളത്തിലും പല ഗെയിമുകളിലായിട്ട് പ്ലേയേഴ്സ് വളർന്നു വരികയും കോമ്പറ്റീഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിലൊരു ഗെയിമാണ് പോക്കിമോൻ യുണൈറ്റ്. നമ്മളെ കേരള പ്ലേയേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പോക്കിമോൻ യുണൈറ്റ് കേരള കമ്മ്യൂണിറ്റി ഒരു ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പോക്കിമോൻ നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്ത് ഇതുവരെ കളിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഒരു മൊബൈൽ ഗെയിമാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഗെയിമിലായിരിക്കാം ഈ സ്പോർട്സ് ലെവലിലേക്ക് ആ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിലേക്ക് ഫ്യൂച്ചർ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ പോക്കിമോൻ യുണൈറ്റ് ട്രൈ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഫെബ്രുവരിയിൽ നമ്മുടെ സ്കൈ സ്പോർട്സും ഒരു പോക്കിമോൻ യുണൈറ്റഡ് ടൂർണമെന്റ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 7 ലക്ഷം രൂപയാണ് അതിലും പ്രൈസ് പൂൾ വരുന്നത്. പ്രൈസ് പൂളിന്റെ കാര്യത്തിലാണെങ്കിലും വാച്ചിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും പോക്കിമോൻ യുണൈറ്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ഈ ഒരു സ്കൈ സ്പോർട്സിന്റെ ഇവന്റിലും രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് 1M ഇവന്റ്സ് കണ്ടക്ട് ചെയ്യുന്ന 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന BGMA ടൂർണമെന്റിന്റെ പ്രീ ക്വാർട്ടർ ഫൈനൽസിന്റെ ഡേ 1 മത്സരങ്ങൾ ഇന്നലെ അവസാനിച്ചു. ഗ്രൂപ്പ് എയുടെ മത്സരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ടീം സോളിന്റെ ആ ഒരു ഡോമിനേഷൻ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. 6 മാച്ചുകളിൽ 77 പോയിന്റാണ് ടീം സോളിന്റെ വക നമുക്ക് അവിടെ കാണാനായിട്ട് സാധിച്ചു. സെക്കൻഡ് റൈഡർ ഇ സ്പോർട്സ് എത്തി 61 പോയിന്റ്. തേർഡ് ഡീസൽ ഇ സ്പോർട്സ് എത്തിയിട്ടുണ്ട് 50 പോയിന്റുമായിട്ട്. ടോപ്പ് 8ൽ നമുക്ക് സിൻസിനാറ്റി കിഡിനെയും മൊറാൻകുട്ടനെയും കാണാനായിട്ട് സാധിച്ചില്ല. ടോപ്പ് 8 ടീമുകളായിരിക്കാം ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുന്നത്. അത് അവർ കറക്റ്റ് പറഞ്ഞിട്ടില്ല. നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇന്ന് ഗ്രൂപ്പ് ബിയുടെ മത്സരങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. RNTX, ഗോഡ്സ്ട്രെയിൻ, വൈൽഡ് ഫാങ്സ്, തമിഴാസ് തുടങ്ങിയ ടീമുകളാണ് ഗ്രൂപ്പ് ബിയിൽ മത്സരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് 1M ഒഫീഷ്യൽ പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഫേവറേറ്റ് ടീമിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ഇന്നലത്തെ വീഡിയോ നമ്മൾ പറയുന്നത് കാലൻ പുതിയൊരു ടീമിൽ അതായത് LHSൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഇനി ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുമെന്ന് ഇന്നലെ അടുത്തൊരു പ്ലെയറുടെ അനൗൺസ്മെന്റും കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. നമ്മുടെ ടോപ്പ് ഫ്രാഗർ അല്ലെങ്കിൽ ഫ്രാഗിംഗ് പൊട്ടൻഷ്യലുള്ള സ്പൈയോപ്പിയും LHSൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. കാലന്റെ കൂടെ ആ ഒരു കോമ്പിനേഷൻ ഇനി സ്പൈയുടെയും അല്ലെങ്കിൽ കാലന്റെയും സ്പൈയുടെയും ആ ഒരു കോമ്പിനേഷൻ നമുക്ക് ഇനിയും കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഒഫീഷ്യലി LHSന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ആ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. എന്റെ അടുത്തൊരു പ്ലെയറുടെ ഹിന്റും കൂടിയും അവർ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ആരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും ആരായിരിക്കും അടുത്ത പ്ലെയറുടെ അനൗൺസ്മെന്റ് വരാനിരിക്കുന്നത്. എന്തായാലും വമ്പൻ അനൗൺസ്മെന്റുകളാണ് LHSൽ ഇനിയും വരാനിരിക്കുന്നത്. ബാക്കിയുള്ള പ്ലേയേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ എന്തായാലും ഗസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ എപ്പോഴും കമന്റ് രേഖപ്പെടുത്താൻ. അടുത്തൊരു ദിവസം ബൈ ഗൈസ്.